നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെ കേരളം മുഴുവൻ സഞ്ചരിച്ച ബസ്സൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ വിവാദങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ബസ് ഗംഭീരമായിരുന്നു. ആ ബസ് ഇപ്പോൾ പൊളിച്ചു പണിയാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് ബംഗളൂരുവിലേക്ക് എത്തിച്ചിട്ടുണ്ട്. KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്ക് വേണ്ടിയാണ് ഈ ബസ്സിനെ ഉപയോഗിക്കുക. അപ്പോൾ മുഖ്യമന്ത്രി ഇരുന്ന ഈ കറങ്ങുന്ന സീറ്റ്, മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച ലിഫ്റ്റ്, അതൊക്കെ നീക്കം ചെയ്ത ശേഷമാണ് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ആഷ്ലി ജോയ് നമുക്കൊപ്പമുണ്ട്. ആഷ്ലി, അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ അഴിച്ചു മാറ്റുന്നുണ്ട്? ഇതൊക്കെ ഇപ്പോൾ കറങ്ങുന്ന കസേരയൊക്കെ ഉണ്ടെങ്കിൽ എത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നു? കയറുന്ന ആളുകൾക്കൊന്ന് ഇരുന്ന് രസിക്കുകയൊക്കെ ചെയ്യായിരുന്നല്ലോ. ദിവിഷ, ഈ നവകേരള ബസ്സിനെ ചുറ്റിപ്പറ്റി ഏറെ വിവാദങ്ങൾ ഉണ്ടായതാണ്. എന്തായാലും ഈ ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അത് കാണാൻ ആളുകൾ എത്തുമെന്നൊക്കെ AK ബാലൻ ഉൾപ്പെടെ പറഞ്ഞതാണ്. എന്തായാലും ഈ ബസ് ഇപ്പോൾ അറ്റകുറ്റപ്പണികൾക്കായി ബാംഗ്ലൂർ എത്തിച്ചിട്ടുണ്ട്. ഈ എറണാകുളത്തെ പര്യടനത്തിന് ശേഷമാണ് ഈ ബസ് ഇപ്പോൾ ബാംഗ്ലൂർ എത്തിച്ചിരിക്കുന്നത്. ബസ് ഉണ്ടാക്കിയ അതേ കമ്പനി തന്നെയാണ് ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണികളും നടത്തുന്നത്. ഈ ബസ്സിൽ പ്രധാനമായും വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് മന്ത്രിമാരും അതുപോലെ മുഖ്യമന്ത്രിയൊക്കെ സഞ്ചരിച്ച ബസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കുകയാണ്. മുഖ്യമന്ത്രി ഇരുന്ന കറങ്ങുന്ന സീറ്റെല്ലാം മാറ്റും. അതുപോലെ തന്നെ ഈ സുരക്ഷയുടെ ഭാഗമായി ഉറപ്പുള്ള ഗ്ലാസുകളൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഈ ഗ്ലാസുകളെല്ലാം പൂർണ്ണമായും മാറ്റി സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്, സാധാരണ ഒരു കോൺട്രാക്ട് കാരേജ് ബസ്സാക്കി മാറ്റാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ശുചിമുറി ബസ്സിനുള്ളിലുണ്ട്. അപ്പോൾ ഈ ശുചിമുറിയിൽ ഡോർ ഉൾപ്പെടെ മാറ്റി ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ശുചിമുറിക്ക് വരുത്തും. പിന്നീട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ AC ആണ്. സാധാരണ ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അതനുസരിച്ചിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ സാധാരണക്കാർക്ക് വരുമ്പോൾ അത്ര സൗകര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല. അതെ, എന്തായാലും മുഖ്യമന്ത്രി ഇരുന്ന കസേര പാപ്പനംകോടുള്ള സെൻട്രൽ വർക്ക്സിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ബസ് എന്തായാലും ഈ KSRTCയുടെ വിനോദസഞ്ചാര പദ്ധതിയിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് വാടകയ്ക്കെടുത്ത് ഈ ബസ്സിൽ യാത്ര ചെയ്യാം. അതിൻ്റെ ഒരു ദിവസം എത്ര രൂപ എന്നുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാനും അധികൃതരോട് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജനുവരി അവസാനത്തോടെ ബാംഗ്ലൂരിൽ നിന്ന് ഈ ബസ് കേരളത്തിലെത്തും. പിന്നീട് KSRTCക്ക് ഇത് വിട്ടുകൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ബസ്സിന് മുമ്പിൽ ഗവൺമെൻറ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി KSRTC എന്നുള്ള ബോർഡ് വെക്കും. അതോടെ അത് KSRTCക്ക് സ്വന്തമാവും. വരട്ടെ, ചിലവാക്കിയ കാശിനേക്കാൾ കൂടുതൽ വേഗത്തിലെ ആളുകൾ ഇങ്ങനെ ട്രിപ്പൊക്കെ വിളിച്ച് ഇതിലൂടെ വരുമാനം നേടാൻ KSRTCക്ക് എപ്പോഴും തീർച്ചയായും അതൊരു ഗുണമാണല്ലോ. അങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ശരി ആഷ്ലി.